ഇത് ഷിഫിർ റോഷൻ. പരിശ്രമിച്ചിടുകിൽ എന്തിനേയും വശത്താക്കുവാൻ വണ്ണം ദീർഘങ്ങളാം കൈകൾ നൽകി ദൈവം നമുക്കെന്ന ആപ്തവാക്യത്തെ സ്വന്തം ജീവിതം കൊണ്ടും പ്രയത്നം കൊണ്ടും യാഥാർത്ഥ്യമാക്കിയ കൊച്ചുമിടുക്കൻ. സ്കേറ്റിംഗ് ബോർഡിൽ അതീവ തൽപരനാണ് ഷിഫിർ. കൂട്ടുകാരിൽ പലരുടെ കൈവശവും സ്കേറ്റിംഗ് ബോർഡുണ്ട്. ചിലരൊക്കെ സ്കേറ്റ് ചെയ്യാൻ ബോർഡ് ചോദിച്ചാൽ നൽകുമെങ്കിലും പലരും നൽകാറില്ല. സ്വന്തമായി ഒരു സ്കേറ്റിംഗ് ബോർഡ് എന്ന ആഗ്രഹത്തിന് വിലങ്ങുതടിയായത് പണച്ചിലവും സാമ്പത്തിക ബാധ്യതയും. കേവലം 1000 രൂപയ്ക്ക് മുകളിലാണ് ഒരു ബോർഡിന് വില. അതുപോലും വാങ്ങാൻ സാമ്പത്തിക സ്ഥിതി അനുവദിക്കാത്തതിനാൽ ബോർഡ് സ്വന്തമായി ഉണ്ടാക്കാമെന്ന് ഷിഫിറും കരുതി. അങ്ങനെ യൂട്യൂബ് ഗുരുവായി. അസംസ്കൃത വസ്തുക്കളായി ഒരു മരപ്പലകയും പഴയ 4 ചക്രങ്ങളും. സ്കേറ്റിംഗ് ബോർഡ് റെഡി. കഞ്ഞിപ്പുര. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 9. ഏത് സ്കൂളാ? ഇങ്ങനെ ഒരു സ്കേറ്റിംഗ് ബോർഡ് ഉണ്ടാക്കാനുള്ള കാരണം? എൻ്റെ കൂട്ടുകാരന്മാരത്തൊക്കെ ഇതേ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ചിലർ ചോദിച്ചാൽ തരും, ചിലർ ചോദിച്ചാൽ തരില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാനുള്ള കാരണം നോക്കിയാണ്. അപ്പോൾ പല യൂട്യൂബിലൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ അതിൽ അങ്ങനെ കണ്ടൊരു വിദ്യയാണ്. അപ്പോൾ സ്കേറ്റിംഗ് ബോർഡിൻ്റെ റേറ്റ് നോക്കിയപ്പോൾ 1000-ന് പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഫണ്ട് ചെയ്യുന്നു കയ്യിൽ. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി സ്കൂൾക്ക് എത്ര ദൂരം പോകും? എത്ര ദൂരം പോകും? ഇതിൽ പ്രാക്ടീസ് ആണ്, ബാലൻസ് ചെയ്യും. ഈ പഴയ പലകേറ്റ് ഉണ്ടാക്കിയിട്ട് പോകുമ്പോൾ കുട്ടികളെ കളിയാക്കാറുണ്ട് എന്നെ അവിടെ ചെല്ലുമ്പോൾ? കളിയാക്കല്ലേ, കിട്ടി നമ്മള് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സാധനത്തിന് ഫ്രഷ് സാധനം വാങ്ങാൻ എത്ര പൈസ ആവും? പുതിയ വാങ്ങാൻ 1000-ന് പുറത്താവും. അപ്പോൾ അത് ഒരാൾ ആരെങ്കിലും ഇത് വീഡിയോ കണ്ടിട്ട് എനിക്ക് സ്പോൺസർ ചെയ്താൽ ഇതാക്കൂലേ, വാങ്ങൂലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാൻ, ഉമ്മ, അപ്പ, അനിയന്, അഞ്ചത്തി, വേറൊരു അഞ്ചത്തി. ഇങ്ങനത്തെ സാധനങ്ങൾ വേറെ ഉണ്ടാക്കലുണ്ടോ മോനെ? ഉണ്ടാക്കണമെന്നുണ്ട്. സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിയിട്ട് വേറെ സാധനങ്ങൾ പരീക്ഷിക്കലുണ്ടോ? സ്കേറ്റിംഗ് ബോർഡ് അല്ലാതെ ചക്കർ ഷൂ പോലത്തെ സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോ? ഈ ചക്കർ ഷൂ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ പോവോ? പഠിച്ചാ പോവും. ഇത് സ്വന്തം പഠിച്ചതാണോ? ഒരു ദിവസം കൊണ്ട് പഠിച്ചതാണ്. ഓക്കെ. മോന്റെ കോൺടാക്ട് നമ്പർ എത്രയാണ്? ഇന്ന് സ്വന്തമായി നിർമ്മിച്ച ഈ സ്കേറ്റിംഗ് ബോർഡ് ഉപയോഗിച്ചാണ് ഷിഫിർ റോഷൻ സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും. ചിലരൊക്കെ ഷിഫിറിന്റെ നിർമ്മാണത്തെ പരിഹസിച്ചു. പക്ഷേ കൂടുതൽ പേരും അവന്റെ ഉത്സാഹത്തെ അഭിനന്ദിച്ചു, പ്രോത്സാഹിപ്പിച്ചു. ഒരു ഗുരുവുമില്ലാതെ ഷിഫിർ സ്വയം ഒറ്റ ദിവസം കൊണ്ട് പരിശീലിച്ചെടുത്തതാണ് സ്കേറ്റിംഗ്. കഞ്ഞിപ്പുര സ്വദേശിയായ ഷിഫിർ കരിപ്പോൾ GHSൽ 9ാം തരം വിദ്യാർത്ഥിയാണ്. ഉപ്പയും ഉമ്മയും അനിയനും അനിയത്തിമാരും അടങ്ങുന്നതാണ് ഷിഫിറിന്റെ കുടുംബം. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.